മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർക്ക് പ്രായമാകുമ്പോൾ അവരെ ഭാരമായി കരുതുന്ന മക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ള മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നല്ല മക്കളുടെ നല്ല കുടുംബങ്ങളുണ്ട്. അതുപോലൊരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. മാനന്തവാടി രൂപതയിൽപ്പെട്ട വാകേരി സെന്റ് ആന്റണീസ് പള്ളി ഇടവകയിലെ തേക്കുംകുഴിയിൽ മാത്യു ചേട്ടൻ 85 വയസ്സ്, അതുപോലെ മറിയക്കുട്ടി 81 വയസ്സ്, ഇവരുടെ കുടുംബമാണ്. ദൈവം 4 മക്കളെ അവർക്ക് നൽകി. അതിലൊരു മകളെ സിസ്റ്റർ ടെസി തിരുഹൃദയ സഭയിൽ ചേർന്ന് ബത്തേരി അസംഷൻ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന മകൾ. മറ്റുള്ളവരൊക്കെ ഈ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന അനുഭവമാണ്. കാരണം ഈ മക്കൾക്ക് വേണ്ടിയാണ് ഈ മാതാപിതാക്കൾ ജീവിച്ചത്. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിലും ഇവർ ഈ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്ന ബോധ്യം ഈ മക്കൾക്കുള്ളത് കൊണ്ട് ഇന്ന് അവർക്ക് പ്രായമായപ്പോൾ എല്ലാം ജീവിതകാലത്ത് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി എന്തൊക്കെ ഇവർ ചെയ്തോ അത് മുഴുവനും മക്കൾ തിരിച്ചു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂടാരം. അതാണ് ഈ കുടുംബം. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് തേക്കുംകുഴിയിൽ മാത്യു ടി.എ. മരിയക്കുട്ടി ദമ്പതികളുടെ ഭവനം. വയനാട് ജില്ലയിലെ വകേരിയിലാണ് ഇവരുടെ ഭവനം. സെയിന്റ് ആന്റണീസ് ചർച്ച് വകേരിയാണ് അവരുടെ ഇടവക ദേവാലയം. ചെറുപ്പം മുതലേ ദൈവവിശ്വാസത്തിലാണ് ഇവർ എല്ലാ മക്കളെയും വളർത്തിയത്. പ്രിയ സഹോദരങ്ങളെ, നമ്മോടൊപ്പമുള്ള മാത്യു ചേട്ടൻ തേക്കുംകുഴിയിൽ കുടുംബം മുട്ടിച്ചിറയിൽ നിന്ന് 1958 വയനാട്ടിലെ കൊടും തണുപ്പിലേക്ക് കുടിയേറിയതാണ്. വന്യമൃഗങ്ങളുടെ ശല്യം ഒരു വഴി, കാലാവസ്ഥ പ്രതികൂലം, ആശുപത്രിയില്ല, പള്ളിയില്ല, വഴിയില്ല. അതേ സാഹചര്യത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ട ഒരു ജീവിതം അതിന് തുടക്കം കുറിച്ച മാത്യു ചേട്ടൻ. നമുക്ക് മാത്യു ചേട്ടനോട് തന്നെ ചോദിക്കാം കാര്യങ്ങൾ. മാത്യു ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊരു സന്ദേശം, പുതിയ മക്കൾക്ക് മനസ്സിലാകുന്ന രീതി. അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലം. ഇവിടെ വഴിയില്ല, പിന്നെ വാഹനമില്ല, ആകെയുള്ള കാളവണ്ടിയാണ്. അത് 1-2 പേർക്കേ ഉണ്ട് ഇവിടെ ഉള്ളത്. പിന്നെ ബത്തേരിയാണ് ഞങ്ങളുടെ ഇടവക. അവിടെ നടന്നാ പോകണം കുർബാന കാണാൻ ഞായറാഴ്ചകളിൽ. ഒരു ഞായറാഴ്ച പോക്കേ ഉള്ളു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വലിയ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് റോഡ് സൈഡിലൊക്കെ. വാഹനങ്ങൾ തീരെയില്ല, ആകെ ഒരു ബസ്സേ ഉള്ളു. അതേ കാരണം കഴിയുമ്പോൾ അത് നടക്കുവാണ്. കാരണം അതുപോലെയുള്ള ആൾക്കാരുണ്ട് ഇതിൽ.
അങ്ങനെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ഇഞ്ചി കൃഷിയായിട്ടും കപ്പ കൃഷിയായിട്ടും ഒക്കെ ചെയ്ത് വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചത്. ഇപ്പം നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ട് 63 വർഷമായല്ലോ. ഈ 63 വർഷത്തിലെ ജീവിതത്തിനോടിടയ്ക്ക് എന്ത് മൂല്യങ്ങളാണ് മക്കളെ പറഞ്ഞു കൊടുത്ത് വളർത്തിയതും നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഭാര്യയും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കന്നുകാലി വളർത്തിയും പണിക്കാരുണ്ടാവും, അവർക്ക് വെച്ച് വിളമ്പി ഒക്കെ കൊടുത്ത്. ഞാനാണെങ്കിൽ 7 കൊല്ലം അടുപ്പിച്ച് പള്ളിക്ക് അങ്ങ് നടന്ന ആളാണ്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്തു. പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും എല്ലാം മല്ലിട്ട് മക്കൾക്ക് ഒരു പുതുജീവിതം കൊടുത്തു, വിശ്വാസം കൊടുത്തു, വിദ്യാഭ്യാസവും കൊടുത്തു. അങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ എങ്ങനെ സന്തോഷമാണോ, സമാധാനമായിട്ട് പോകുന്നോ, എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷമാണ്. എല്ലാവരെ കൊണ്ടും കെട്ടിച്ച് വിട്ട ആൾക്കാരെ, പിന്നെ കുടുംബക്കാരെ കൊണ്ടും അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ടും എല്ലാം മക്കളെ പോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. എല്ലാവരും പിന്നെ പെങ്ങളെ മകളെ കെട്ടിയവനാന്നുള്ള ഇതല്ല, മക്കളായിട്ട് തന്നെയാണ് അങ്ങോട്ട് ഞങ്ങൾ അപ്പോൾ മക്കളായിട്ടാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ട വലിയ ഒരു സത്യം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒട്ടും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അത് നമ്മുടെ ചേട്ടൻ നമുക്ക് പങ്കുവച്ചിരിക്കുകയാണ്. നമുക്കിത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ദൈവത്തോട് ചേർന്ന്, അതുപോലെ ദൈവത്തിന് വേണ്ടി മക്കളെ വളർത്തുന്ന, നല്ല മൂല്യങ്ങൾ കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കൾ. മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും, അമ്മയെയും അപ്പനെയും പൊന്നുപോലെ സ്നേഹിക്കുന്ന മക്കളും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. മക്കൾക്ക് മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറെ സന്തോഷമാണ്. കാരണം അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിവേര് ബലപ്പെടുത്തിയത് ഈ മാതാപിതാക്കളാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. എൻ്റെ പേര് സിസ്റ്റർ ടെസി മാത്യു, തിരുഹൃദയ സഭാംഗം, മാനന്തവാടി പ്രോവിൻസ്. ഞാനിപ്പോൾ ബത്തേരി അസംഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, ലാബിൽ. എൻ്റെ കുടുംബത്തിൽ ഞാൻ 2ാമത്തെ മകളാണ്. എൻ്റെ ചാച്ചനെയും അമ്മയെയും കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത സ്നേഹപിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയൊക്കെ ഒരുപാട് ഞങ്ങൾ ഈ കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ട്. ചാച്ചനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ചാച്ചൻ ഒത്തിരി അധ്വാനിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. സന്ധ്യാപ്രാർത്ഥന കൂടാതെ ചാച്ചന് 1 മണിക്കൂർ സമയം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു പള്ളിയില്ലായിരുന്നു. മീനങ്ങാടി വിൻസെൻ്റ് ആശ്രമത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട കരികുളത്തലച്ചൻ വന്നിട്ട് ഞായറാഴ്ച ഒരു കുർബാന ചെല്ലും. അന്നൊരു ഷെഡായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഈ പള്ളി കിട്ടിയത്. ആ സമയത്ത് ചാച്ചൻ ഒരു 6-7 വർഷക്കാലം കൈക്കാരനായിരുന്നു. ആ സമയങ്ങളിൽ പലപ്പോഴും ഞങ്ങൾക്ക് ചാച്ചനെ കാണാൻ കിട്ടിയിട്ടില്ല. രാത്രി ഞങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ ചാച്ചൻ വരും. രാവിലെ ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ചാച്ചൻ എണീറ്റ് പോകും. അങ്ങനെ ചാച്ചൻ്റെ ആ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് മക്കൾ ഞങ്ങൾ ഓരോരുത്തരും വളർന്നു വന്നത്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മ വളരെ സൈലൻ്റ് ആയിരുന്നു. ചാച്ചനെ പള്ളി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ മക്കൾ 4 പേര് ചെറിയതുങ്ങളാണ്. അമ്മ വളരെ വലിച്ചു പിടിച്ച് ചിലവ് കുറച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു. അമ്മയ്ക്ക് പിന്നെ മാതാവിനോട് ഭയങ്കര ഭക്തിയാണ്. മാതാവിനോട് സ്നേഹവും ഭക്തിയുമുണ്ട്. പല രോഗങ്ങൾ വരുമ്പോഴും അമ്മ ആശുപത്രി പോകുകയില്ല. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ സ്നേഹവും ഇവരുടെ കഠിനാധ്വാനവും ഒക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ചാച്ചന് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യത, കുറച്ച് വൃത്തി, അതൊക്കെ കൂടുതലുണ്ട്. അത് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈശോ ഞങ്ങൾക്കിടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ഓരോ മക്കളിലേക്കും തന്നിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ചേച്ചിയും ചേട്ടനും അനിയനും അനിയത്തിയും മക്കളും ആങ്ങളെയും നാത്തൂനും ഒക്കെ ആണെങ്കിലും പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ എന്ത് കാര്യം ഉണ്ടായാലും ഇവിടെ വരികയും ഒരുമിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ സ്നേഹവും
ഐക്യവും പ്രാർത്ഥനയുമൊക്കെയാണ് എൻ്റെ സമർപ്പണ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത്, എനിക്ക് ശക്തിയും ഊർജവുമായിരിക്കുന്നത്. എൻ്റെ പേര് റോസമ്മ. ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും മൂത്ത മോളാണ്. എൻ്റെ ഭർത്താവ് ജെയിംസ് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തേക്കണ പാടിച്ചിറയിലാണ്. എൻ്റെ മക്കൾ മൂത്ത മോളാണ് സൗമി, മൂന്നാമത്തെ മോളാണ് സൗബി. എൻ്റെ ഇടയ്ക്കൊരു മോനുണ്ട് സൈജു. ഇളയ മോളുടെ ഭർത്താവാണ് ഷെമിൽ. ധാരകയിലാണ് ഇളയ മോളെ കെട്ടിച്ചു വിട്ടേക്കുന്നത്. മൂത്ത മോളെ മേലെ പാടിച്ചിറ കെട്ടിച്ചു വിട്ടേക്കുന്നു. പിന്നെ ചാച്ചനും അമ്മയും നല്ല വിശ്വാസത്തിലാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ 4 മക്കളുണ്ട്, 3 പെണ്ണും 1 ആണും. ഞാൻ ഈ വീട്ടിലെ മൂത്ത മോളെയാണ് വിവാഹം കഴിച്ചിരുന്നത്. പക്ഷേ നാളിതുവരെയും എല്ലാ കാര്യങ്ങൾക്കും ഇവിടുമായിട്ട് വളരെ ബന്ധത്തിലാണ് പോകുന്നത്. കൂടുതലായിട്ട് വരികയും എടുക്കുകയും എല്ലാ മിക്കവാറും എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഇവിടെ വരും, എന്നോട് ആലോചിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോന്നിരിക്കുന്നത് വരെ. എൻ്റെ പേര് എൽസി. ചാച്ചൻ്റെ അമ്മച്ചിയുടെ 3ാമത്തെ മോളാണ്. എന്നെ കല്യാണം കഴിച്ചത് പള്ളിക്കുന്നിലാണ്. എൻ്റെ ഭർത്താവ് ഷാജി. എനിക്ക് 2 മക്കളാണ്, ഒരാണും 1 പെണ്ണും. മൂത്തയാൾ ജിതിൻ, ജീന. ചാച്ചനും അമ്മച്ചിയും ചെറുപ്പം മുതലേ നല്ല ദൈവവിശ്വാസത്തിലും അനുസരണയിലും ആണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ സഹോദരങ്ങൾ 4 പേരും നല്ല സ്വരുമയിലാണ്. ചാച്ചനും അമ്മച്ചിക്കും വയ്യാണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് വന്ന് നോക്കുകയും എന്ത് സഹായത്തിന് വിളിച്ചാലും ഞങ്ങൾ വേഗം വരികയും ചെയ്യും. ഞാനിവിടെ കണ്ടിട്ടുള്ളത്, എൻ്റെ ഈ രക്ഷകർത്താക്കളിൽ നിന്ന് കണ്ടിട്ടുള്ള, മാതാപിതാക്കളിൽ നിന്ന് കണ്ടിട്ടുള്ളത്, ഈ വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ മറ്റുള്ള മാതാപിതാക്കളെ പോലെ കവലയ്ക്കോ കടകളിലൊന്നും പോകാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും എല്ലാം പ്രചോദനമായ രീതിയിൽ വൈകുന്നേരം കുരിശുവരെയും പ്രാർത്ഥനയും ഒക്കെ ഒരുപോലെ നടത്തുകയും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതുപോലെ തന്നെ അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എല്ലാവർക്കും തന്നെ വന്നിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയും ഞങ്ങളെല്ലാവരും ഇവരുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ എല്ലാം ഒരുപോലെ തന്നെ ഇവിടെ വന്നിരുന്ന് ഇവരുടെ ആഘോഷങ്ങളിലും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പരിപാടികളിലും പങ്കുചേരുന്ന ഒരു കുടുംബവും ആണ് ഇവിടെയുള്ളത്. ഞങ്ങളും അതിനകത്ത് പങ്കാളികളാണ്. എൻ്റെ പേര് സിബി. ഞാൻ എൻ്റെ ചാച്ചൻ്റെ അമ്മയുടെയും 5ാമത്തെ മകനാണ്. 5ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് ഒരു മോൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചുപോയി. അതിനുശേഷം ജനിച്ചതാണ് ഞാൻ ജിയോജിത്തിലെ ബ്രാഞ്ച് മാനേജറായിട്ട് കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നിപ്പോൾ. എൻ്റെ കൂടെ നിൽക്കുന്ന ഇത് എൻ്റെ വൈഫാണ് ബിനി. തുലാപ്പറമ്പിൽ കുടുംബാംഗമാണ്, പുൽപ്പള്ളിയാണ് വീട്. ഇത് ഞങ്ങൾക്കൊരു മോനുണ്ട്. മോൻ ബിടെക്കിന് വെല്ലൂർ VITയിൽ പഠിക്കുന്നു. ഇത് മോള് റോസ്മരിയ. മോള് ഇനി 10th ജയിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ചാച്ചനും അമ്മേനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ചാച്ചനും അമ്മയും കോട്ടയം കുറവലങ്ങാട് ദേശത്തു നിന്നാണ് വയനാട്ടിലേക്ക് കുടിയേറി പാർത്തത്. ഇവിടെ വന്ന് കുറേ കഷ്ടതകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഞങ്ങളെല്ലാം വളർത്തി വലുതാക്കി ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത്. ചാച്ചനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു ചെറുപ്പത്തിലെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. അതായത് ചാച്ചൻ എപ്പോഴും ഞങ്ങളെക്കുറിച്ച് പഠിച്ച് നീ വലുതായി വലിയ ജോലി മേടിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റല്ല ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധരായിരിക്കുക, എളിമയിൽ നിന്ന് വലിമ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ഒരു കാന്താരിമുളകിൻ്റെ അരി പോലും ചോദിക്കാതെ നമ്മൾ മേടിക്കരുത്, എടുക്കരുത്. അപ്പം അങ്ങനെയുള്ളൊരു അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും വെച്ചാൽ നമ്മളെ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എളിയവനെ കർത്താവ് ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എളിമയോടുകൂടി ചാച്ചനെ എളിമയോട് ജീവിക്കണമെന്ന് പറഞ്ഞത് ആ ഒരു ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയതുകൊണ്ടാണ് നമുക്കിപ്പോൾ നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കുന്നത്, ദൈവത്തിന് കരുണയുണ്ടാകുന്നത്. എൻ്റെ പേര് ബിനി. ഞാനിവിടെ മകൻ്റെ ഭാര്യയാണ്. 20 വർഷമായി ഞാനിവിടെ വന്നിട്ട്. അന്നോട്ട് ചാച്ചനും അമ്മയും ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് എന്നെ ഒരു മരുമകളായിട്ട് കണ്ടിട്ടില്ല, മകളെ പോലെ തന്നെയാണ്. എനിക്ക് ചേച്ചിമാരില്ല, അപ്പം 3 ചേച്ചിമാർ എനിക്കിവിടെ ഉണ്ട്. അവർ എൻ്റെ സ്വന്തം ചേച്ചിമാരെ പോലെ തന്നെ എന്നെ കരുതുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യുന്നു.
ചാച്ചനാണേലും സ്വന്തം മകളെ പോലെ എന്നെ കണ്ട് ഞങ്ങൾ ചേട്ടായി ഇവിടെ ഇല്ല, അപ്പം ഞങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ എടുക്കുന്നതെല്ലാം ചാച്ചനായിരുന്നു. പിന്നെ അമ്മയാണെങ്കിലും അമ്മ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ കൂടുകയും സഹായിക്കുകയും പറഞ്ഞു തരികയും എല്ലാം ചെയ്യുമായിരുന്നു. ചാച്ചൻ പ്രാർത്ഥനയുടെ സമയമൊക്കെ ചാച്ചന് വളരെ കൃത്യസമയമായിരുന്നു. 7:30 ആകുമ്പോൾ എല്ലാവരും കുരിശ് വരയ്ക്കാൻ വന്നോണം. പിന്നെ ചാച്ചൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ എപ്പോഴും കാണാമായിരുന്നു. എപ്പോഴും ബൈബിൾ വായിക്കും. സ്വന്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ചാച്ചനുണ്ടായിരുന്നു. ഇപ്പോൾ ചാച്ചൻ തീരെ വയ്യാതിരിക്കുന്നതൊക്കെ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന പോലെ ഞാൻ ചാച്ചനെ നോക്കുകയും കരുതുകയും ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അമ്മേനെ ആണെങ്കിലും എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ശ്രദ്ധിക്കുകയും നോക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും സമയാസമയത്ത് ഫുഡ് കൊടുക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ പേര് സൗമി. ഞാനിവിടുത്തെ മൂത്ത മകളുടെ മൂത്ത മോളാണ്. ചെറുപ്പം മുതൽ ചാച്ചനും അമ്മയായിട്ടും നല്ല കമ്പനിയാണ് ഞങ്ങൾ 11 കൊച്ചുമക്കളും മരുമക്കളൊക്കെ ആയിട്ട് 11 പേരുണ്ട്. ഇപ്പം നിലവിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ചാച്ചൻ്റെ അമ്മയുടെയും പിന്നെ ദൈവവിശ്വാസവും പിന്നെ അവരുടെ തീഷ്ണതയും എല്ലാം കണ്ടാണ് ഞങ്ങൾ വളർന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ അവധി കിട്ടാൻ നോക്കിയിരിക്കും അമ്മ വീട്ടിലേക്ക് ഓടിയെത്താൻ. സ്കൂൾ തുറക്കുന്നതിന് തലേദിവസമായിരിക്കും ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ. ഞാൻ ചാച്ചയുടെ അമ്മയുടെയും 7ാമത്തെ കൊച്ചുമോളാണ്. എൻ്റെ പേര് റോസ്മരിയ. ചാച്ചയും അമ്മയും ഞങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. എപ്പോഴും ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് ചാച്ചയും അമ്മയും ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ചാച്ച പുറത്തൊക്കെ പോയിട്ട് വരുമ്പം ചെറിയൊരു മുട്ടായി ആണെങ്കിൽ അത് ഞങ്ങൾക്ക് കൊണ്ട് തരുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പഠന മേഖലകളൊക്കെ നല്ല വിജയകരമായി മുമ്പോട്ട് പോകുവാനും എക്സാംസൊക്കെ നന്നായിട്ട് എഴുതുവാനും വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ വിശ്വാസ ജീവിതവും എല്ലാം ഞങ്ങളെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ട് എന്നെയും അതുപോലെ തന്നെ ചേട്ടായിനെയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരെയും ചാച്ചി അമ്മയൊക്കെ വളർത്തിയത്. എൻ്റെ പേര് ജീന. ഞാൻ ചാച്ചൻ്റെ അമ്മച്ചീൻ്റെയും 5ാമത്തെ കൊച്ചുമോളാണ്. ചെറുപ്പകാലം മുതൽ തന്നെ ഇവിടെ വരുമ്പം ചാച്ചനും അമ്മച്ചിയും വിശ്വാസത്തിലും ശാസനയിലും ഭക്തിയിലുമാണ് വളർത്തിക്കൊണ്ട് വന്നത്. അത് ഞാൻ ഇന്നും പിന്തുടരുന്നുണ്ട് ജീവിതത്തിൽ. പിന്നെ കുഞ്ഞുനാളിലൊക്കെ അവധിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ചാച്ചനും അമ്മച്ചിയും പറയുമായിരുന്നു, ഇന്ന് പോകേണ്ട മോളെ, കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കുന്നൊക്കെ. അത്രയ്ക്കും വിഷമമായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ. പിന്നെ ചാച്ചനും അമ്മച്ചിയൊക്കെ പുറത്തേക്ക് പോയി കഴിയുമ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹസമ്മാനമൊക്കെ കയ്യിൽ കൊണ്ടുതരുമായിരുന്നു. പിന്നെ ലീവ് കഴിഞ്ഞ് പോകുമ്പം എന്തെങ്കിലും ഒരു തുക കയ്യിൽ തരും, മോളെ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് ഞങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ ചാച്ചനും അമ്മച്ചിയും വിളിച്ച് അന്വേഷിക്കും. അവരുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഓർക്കും. എങ്ങനെയുണ്ട് ഇപ്പം ആരോഗ്യസ്ഥിതി, പഠന മേഖലകൾ എങ്ങനെയൊക്കെ എന്നൊക്കെ അവരെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഞാൻ മൂത്ത മകളുടെ ഇളയ മകളുടെ ഹസ്ബൻഡാണ്. ഞാനാണ് എനിക്ക് ഈ ഫാമിലിയിൽ ഏറ്റവും താമസിച്ച് വന്നു ചേർന്ന ആൾ. പിന്നെ ഇവിടെ വരുവാണേലും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കോട്ടയത്താണ്. ഇവിടെ വരുമ്പോഴാണെങ്കിൽ എപ്പോഴും ചാച്ചനെയും അമ്മേനെയും വിസിറ്റ് ചെയ്യും. അവരുടെ കഥകളൊക്കെ കേൾക്കുക, അവരോട് കൂടെ ഒന്നിച്ചിരിക്കുക, അതൊക്കെ ഒരു രസമുള്ള ഓർമ്മകളാണ്. പിന്നെ കൊച്ചാണേലും ചാച്ചനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ കാണുമ്പം ചാച്ചനാണേലും ഈ കൊച്ചു വന്നിട്ട് ചാച്ചനെ ഇക്കിളിയിട്ടൊക്കെ പോകുമ്പം ചാച്ചനൊക്കെ ചിരിക്കുന്ന കാണുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം. എൻ്റെ പേര് സൗബി. ഞാൻ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും മൂത്ത മകളുടെ 3ാമത്തെ മകളാണ്. എനിക്ക് ചാച്ചനെയും അമ്മച്ചീനെ കുറിച്ച് പറയാൻ ഉള്ളത്, കുട്ടിക്കാലത്ത് ഞങ്ങളെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുവരികയും അത് ഞങ്ങൾ കാത്തിരിക്കും വെക്കേഷൻ ആകുമ്പോൾ ചാച്ചൻ വരുന്നത് നോക്കി. കയ്യിലൊരു പൊതി ഉണ്ടാവും, ആ പൊതിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പം ഞങ്ങളെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയും അമ്മയുടെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഒരുപാട് ഞങ്ങളെ ദൈവാനുഭവത്തിലേക്കൊക്കെ വളർത്തിയിട്ടുണ്ട്. അത് ചാച്ചൻ്റെ അമ്മയുടെയും കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ചാച്ചൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എന്ത് ദുഃഖങ്ങളുണ്ടായാലും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, എല്ലാം ശരിയാവുമെന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ്. ഈ തേക്കുംകുഴിയിൽ കുടുംബം
ഉൾപ്പെടുന്ന ഇടവക ചെറിയ ഇടവകയായിരിക്കാം, പക്ഷേ വലിയ മനസ്സുള്ള, വലിയ ഹൃദയമുള്ള ഒരു നല്ല ഇടയൻ അവർക്കുണ്ട്. ഫാദർ ജെയ്സ് പൂതക്കുഴി അച്ഛൻ ഈ കുടുംബത്തിൻ്റെ മാത്രമല്ല എല്ലാ കുടുംബങ്ങളുടെയും ഭാഗമായി നിലകൊള്ളുന്ന നല്ലൊരു ആത്മീയ നേതാവ്. ഈ കുടുംബത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഏതാണ്ട് തൻ്റെ 17ാമത്തെ വയസ്സിൽ ഈ നാട്ടിലെത്തി ഇവിടെ ജീവിതം ആരംഭിച്ച് ഇവിടെ ഒരു ഇടവകയൊക്കെ ആരംഭിക്കുന്ന കാലഘട്ടം വന്നപ്പോൾ സ്മരണീയനായ ബഹുമാനപ്പെട്ട കരിക്കുളത്തിൽ അച്ഛനോടൊപ്പം, അച്ഛനോട് തോളോട് തോൾ ചേർന്ന അച്ഛൻ്റെ സ്വന്തം കൈയായി പ്രവർത്തിച്ചുകൊണ്ട് ഈ ഇടവകയുടെ ആരംഭം കുറിക്കുവാനെല്ലാം തയ്യാറായ ഒരു വ്യക്തിത്വമാണ് മത്തച്ചൻ ചേട്ടൻ. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പനും അമ്മയും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആ ബന്ധം പരസ്പര വിധേയത്വത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും പരസ്പരമുള്ള സ്നേഹത്താൽ ബന്ധിതമായ ആ ഒരു ബന്ധം ഇവരുടെ ജീവിതത്തിൽ കാണാമെന്ന് തന്നെയാണ്. ആ ഒരു ബന്ധത്തിൽ നിന്ന് രൂപപ്പെട്ട മക്കളാരും വഴി തെറ്റിപ്പോയിട്ടില്ല, വ്യതിചലിച്ചു പോയിട്ടില്ല. അവർ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിൽ അവരുടെ വികാരിയച്ഛൻ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഓരോ കുടുംബത്തിലും ഇന്നും ഉണ്ടായിരിക്കേണ്ട ഒരു മൂല്യം ഇതുതന്നെയാണ്. മാതാപിതാക്കൾ പകർന്നു നൽകുന്ന ഒരു മൂല്യമുണ്ട്. ആ മൂല്യമാണ് ആ കുടുംബത്തെ രൂപപ്പെടുത്തുന്നത്. അത് തേക്കുംകുടിയിൽ കുടുംബത്തിൽ കാണാൻ സാധിക്കും. മത്തച്ചേട്ടൻ്റെയും മറിയക്കുട്ടി ചേച്ചിയുടെയും ആ പാരമ്പര്യം മക്കൾ 4 പേരും അതിൻ്റേതായ രീതിയിൽ പിന്തുടരുന്നുണ്ട്. അവർ അത് പാലിക്കുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. ദൈവാനുഗ്രഹം അവരുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് കൊച്ചുമക്കളും ഇങ്ങനെ സാക്ഷ്യത്തിൻ്റെ ദീപങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ഒരു കുടുംബം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീൻമേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് തേക്കുംകുഴിയിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബത്തിനും നൽകുന്ന മാതൃക. തന്ത്രികൾ മീട്ടും സംഗീതം. പ്രിയമുള്ളവരെ, നമ്മുടെ മാത്യു ചേട്ടനും മറിയക്കുട്ടി ചേട്ടത്തിയും 2 പേരും കൈപിടിച്ച് അതോടൊപ്പം ദൈവത്തിൻ്റെ കരം പിടിച്ച് ഒരുമിച്ച് ആരംഭിച്ച യാത്ര 63 വർഷം പൂർത്തിയായതിൻ്റെ സന്തോഷത്തിലാണ് മക്കളും കൊച്ചുമക്കളും എല്ലാവരും. ഇവരുടെ ഈ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ജീവിതത്തിൽ തുടർന്ന് അങ്ങോട്ടും മധുരിക്കുന്ന അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാലത്തിൻ്റെ മാറ്റത്തിൽ ഇന്നേറെ വേദനിക്കുന്നത് പ്രായമുള്ള മാതാപിതാക്കളാണ്. അവരെ എങ്ങനെ മക്കൾ കരുതണം എന്ന ഒരു നല്ല സന്ദേശം തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം.
ഇത്രയും വർഷക്കാലം നമുക്ക് മുമ്പേ നടന്ന് വിശ്വാസത്തിൻ്റെ വഴികളിൽ തട്ടും മുട്ടും സന്തോഷവും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരെ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ അനുഭവങ്ങളുടെ മുമ്പിൽ ആദരവോടെയല്ലാതെ നിൽക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ നല്ല കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ കേൾക്കുവാൻ, എളിമയോടുകൂടെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ കൈമാറിക്കിട്ടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കൃപകളെ ജീവിത അനുഭവങ്ങളിലൂടെ അവർ നമുക്ക് കൈമാറുകയാണ്. അങ്ങനെയുള്ളൊരു കുടുംബം, അത് ദൈവകൃപയുടെ നിറസാന്നിധ്യമാണ്. ദൈവം വസിക്കുന്ന കുടുംബം പർദീസയാണ്. യേശു വസിക്കുന്ന കുടുംബം തിരുക്കുടുംബം. ഈ കുടുംബത്തിൽ ദൈവം വസിക്കുന്നു. അതുകൊണ്ട് എന്താ? സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പരസ്പരം കരുതലുണ്ട്. എങ്ങനെ ജീവിക്കണം, എന്തുകൊണ്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത മാതൃകാ മാതാപിതാക്കൾ. ഒന്നുമില്ലാത്തടത്ത് എല്ലാ കഷ്ടപ്പാടുകളിലും ഒരു മനസ്സോടെ മാതാപിതാക്കൾ തങ്ങൾക്ക് ലഭിച്ച മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ദൈവത്തിൻ്റെ കരം പിടിച്ച് മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തിയതിൻ്റെ നന്മ. ദൈവാനുഗ്രഹമുള്ള കുടുംബം. കൊച്ചുമക്കളോ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെയാണ്, ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അങ്ങനെ സമ്മാനങ്ങളായി ഈ കുടുംബത്തിലായിരിക്കുന്നത് എത്രയോ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ, എല്ലാം ത്യജിച്ച് മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന ജീവിതം. അതുകൊണ്ടെന്താണ്? മക്കൾ ഇന്ന് മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിപ്പിക്കുന്ന അനുഭവം. ഇതാണ് പർദീസ. ഈ തേക്കുംകുഴിയിൽ കുടുംബത്തിൻ്റെ വിളക്കായി പ്രശോഭിക്കുന്ന ഈ മാതാപിതാക്കൾക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു നല്ല കുടുംബത്തിന്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.